ഹായ് നമസ്കാരം. നുറുങ്ങി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് നെയ്മീൻ്റെ ചെറുതാണ് എടുത്തേക്കണത്. ഇത് നമുക്ക് നല്ല കുടപ്പുള്ളിയിട്ട് കറി വയ്ക്കാം. ഈ മീനിൻ്റെ മുള്ളൊക്കെ വെട്ടി തൊലി ഒരു പാട പോലത്തെ ഇതിൻ്റെ തൊലിയുണ്ട്. ആ തൊലി പൊളിച്ച് ഇതിൻ്റെ ചുണ്ണാമ്പ് പോലെയുള്ള ഭാഗമൊക്കെ നമ്മൾ കത്തിയും കൊണ്ട് വടിച്ച് ഇത് നമുക്കൊന്നിട്ട് വൃത്തിയാക്കി എടുക്കാം. മീനിൻ്റെ മുള്ള് വെട്ടി കളയാം. തലയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കാം. പാട പോലത്തെ തൊലിയാണ്, നമുക്കൊന്ന് പൊളിച്ച് എടുക്കാം. ഇതുപോലത്തെ തൊലിയാണ്. തൊലി പൊളിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ തൊലിയുടെ കൂടെ മാംസവും കൂടി പോരും. ആൾക്കാരിത് മേടിച്ചിട്ട് ഇതിൻ്റെ തൊലിപ്പുറം തന്നെ കത്തിയും കൊണ്ട് ഇങ്ങനെ കാണിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ചുണ്ണാമ്പ് പോലത്തെ ഇതൊന്നും പോകില്ല. ഈ പാട ഇങ്ങനെ പൊളിച്ചളഞ്ഞിട്ട് നമുക്ക് ആ ചുണ്ണാമ്പ് പോലെയുള്ള ഭാഗം നമുക്ക് കത്തിയും കൊണ്ട് തന്നെ വടിച്ച് നമുക്ക് ക്ലീനാക്കി എടുക്കാം. അതിന് തൊലിയൊക്കെ പൊളിച്ച് ഇനി നമുക്കിതൊന്ന് ഇതുപോലെ വടിച്ച് വൃത്തിയാക്കിയിട്ടെടുക്കാം. കലയിൽ വെച്ച് ഉരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ കത്തിയും കൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ്. മീനിൻ്റെ മുള്ളെല്ലാം വെട്ടി പാട പോലെയുള്ള പാട പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ആ ചുണ്ണാമ്പ് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഇത് കത്തിയും കൊണ്ട് ഞാൻ വടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമുക്കത് മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട്. നമ്മൾ മീൻ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകി ഇതിൻ്റെ ചോരവെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാം. നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ 2-3 പ്രാവശ്യം കഴുകി നമുക്ക് വൃത്തിയായിട്ട് എടുക്കാം. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം കഴുകി വൃത്തിയായിട്ട് എടുത്തേക്കണതാണ്. ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, സവാള ഇതൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വരട്ടെ. നമുക്കിതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഫിഷ് മസാല ചേർത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികൾ ചേർത്ത് നമുക്കൊന്നതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നമുക്ക് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുടപ്പുളി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷമാണ് ഞാൻ കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചത് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റ് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇറക്കാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ നെയ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ മീനിൻ്റെ യഥാർത്ഥ പേര് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ.